ഓ, ഒരു കരുണാകരിയായ കൃപാകരി നിൽക്കുന്നു, യക്ഷിയെപ്പോലെ. കുഞ്ഞു കരയുമ്പോഴും അവൾ അവളുടെ സൗന്ദര്യം ശ്രദ്ധിക്കുക. എന്തു തരം സ്ത്രീയാ ഇവള്? ഒരു മനുഷ്യപ്പറ്റും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേക ജീവി. ഇവള് തന്നെയാണോ ആ കുഞ്ഞിനെ പ്രസവിച്ചത്? ശാമം. വൈഗമോളെ ഞാൻ എടുത്തു കൊടുത്തത് ആദ്യം മീനാക്ഷിയുടെ കൈകളിലേക്കാ. മീനാക്ഷിയുടെ ചൂടറിഞ്ഞ കുഞ്ഞീ ലോകത്തെ ആദ്യം കണ്ടത്. ആരാണോ കുഞ്ഞിനെ ആദ്യം എടുക്കുന്നത് ആ ആളും ആ കുഞ്ഞും തമ്മിൽ ഒരു പ്രത്യേക ആത്മബന്ധം ഉടലെടുക്കും. അത് തന്നെയാണല്ലോ നീയും കാർത്തിയും തമ്മിലുള്ള ആത്മബന്ധം. സാവിത്രി പ്രസവിച്ച ശേഷം കാർത്തിക്കിനെ ആദ്യം കയ്യിലേക്ക് ഏറ്റുവാങ്ങിയത് നന്ദിനിയായിരുന്നു. അതാ നന്ദിനി കാർത്തിക്കിന്റെ പോറ്റമ്മയായത്. നന്ദിനിയേട്ടത്തിയോട് എനിക്കെന്ന് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു. കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം എനിക്കറിയായിരുന്നു. ദേ, ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടാ നന്ദിനി എന്റെ കുഞ്ഞിന്റെ അമ്മയായത്, അല്ലേ? അല്ലാതെ ഇവളെ പോലെ പ്രസവിച്ച കുഞ്ഞിനെ ഉറുമ്പിൻ കൂട്ടിലിട്ടിട്ട് ഓടിപ്പോയതല്ല ഞാൻ. പിശാച്. നമസ്കാരം. ചെമ്പകമംഗലത്തെ പുൽക്കൊടി തുമ്പ് പോലും ഇന്ന് നൃത്തം ചെയ്യും. പ്രകൃതി നമ്മുടെ കലാപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവ സാന്നിധ്യമുള്ള ചെമ്പകമംഗലം. അല്ല, ഇവന് നല്ലൊരു ഭാഷ കൈവശമുണ്ട്, അല്ലേ രോഹിണി? ഓഫ് കോഴ്സ്, പ്രതിഭാശാലിയാണിവൻ. മാത്രമല്ല, 1ാം റാങ്കോടെ MA പാസ്സായവനല്ലേ. കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുന്നു. ആദ്യം ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. പങ്കെടുക്കുന്നവർ നന്ദിനി, സാവിത്രി ആൻഡ് മാലതി. ഓക്കെ. ഇനി ഒരു സർപ്രൈസ് ഉണ്ട്.
എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കലാപരിപാടി, അതെന്താ? സഹോദരി സംഗമ നൃത്തം. അടിപൊളി. ഏയ്! ആ, വരൂ വരൂ. പോടാടുന്നു. ചെമ്പകമംഗലം സിസ്റ്റേഴ്സ്, സൂപ്പർ. the famous personalities, രാജലക്ഷ്മി അമ്മ and രോഹിണി ദേവി. Come on. വരൂ വരൂ. ഇതിനെ വൃദ്ധസദന നൃത്തം എന്ന് പേരിട്ടാൽ മതി. ഓൾഡ് ഈസ് ഗോൾഡ്. ആ, അച്ഛനും വല്ല കലാപരിപാടി അവതരിപ്പിക്കണോ? അയ്യോ വേണ്ടായേ, ഞാൻ വേണമെങ്കിൽ രാമായണം വായിക്കാം. അതാവുമ്പോ നിങ്ങൾ എല്ലാവരും ബോറടിച്ച് പോവുകയും ചെയ്യും. ആ, അവസാനത്തെ ഐറ്റം മീനാക്ഷിയുടെയും കാർത്തിക്കിന്റെയും പ്രണയ നൃത്തമാണ്. ആ, ഓ, വൺ സെക്കൻഡ്. അതിനു മുമ്പ് ജഗദീഷിന്റെ ഒരു ഗാനം. So, let's welcome ജഗദീഷ്. ദാ. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂ നീ, പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ, അതിലോലം അനുരാഗം തേന്മാരിയ. നിന്റെ മൗനവും മൊഴിഴത്തുണ്ണിയേകവേ, എന്നും ഈ വഴി കനവോട് കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയുന്നു നിന്നോർമ്മയാകെ, നെഞ്ചിന്നു ഞാളി മെല്ലെ നിന്നെ എന്നും താരാട്ടാമോ മൽപ്പൂവേ. സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇനി കാർത്തിക് മീനാക്ഷിയും ചേർന്നുള്ള ഒരു നൃത്തം.
എൻ കാതിൽ കൊഞ്ചുന്ന തേന്മഴ അയ്യോ എനിക്ക് വയ്യ. ഞാനേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. വേഗം വാ. ഓ ക്ഷീണമായി അപ്പോഴേക്കും. കാർത്തി പ്ലീസ് എന്നോടൊപ്പം ഒരു 2 സ്റ്റെപ്പ് വെക്കാമോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താണ് നീ കാണിച്ചേ? ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാടി. എന്റെ കല്യാണത്തിന് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കും കാർത്തികിന്റെ കൂടെ ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അത് ഞാൻ നടപ്പാക്കി. മീനാക്ഷി അടിക്കവളെ. നിങ്ങൾ ഇവളുടെ കൂടെ തുള്ളുവെന്ന് ഞാൻ കരുതിയില്ല. മീനാക്ഷി മീനാക്ഷി എന്താ നാടി കാണിച്ചേ? നിന്നെ എന്റെ പൊന്നു മീനാക്ഷി, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ആ മൈഥിലി ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മീനാക്ഷി തൊടരുതെന്നെ. എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. മീനാക്ഷി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ട്. അതാ നിങ്ങൾ അവളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതും പബ്ലിക്കായിട്ട് അവളെ കെട്ടിപ്പിടിച്ചതും. എന്താ മീനാക്ഷി നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുന്നേ? എന്നെ ചതിച്ചവളോട് എനിക്ക് സ്നേഹോ? ഒരിക്കലുമില്ല. എനിക്ക് അവളോട് ഒരല്പം സിമ്പതി ഉണ്ടായിരുന്നു. ആ സിമ്പതി നീ ആയിട്ടുണ്ടാക്കിയതാ. അവളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ നിന്ന് കൊടുത്ത് തന്നെ തെറ്റാ. അതിന് മാപ്പില്ല. ഡാൻസിന് കയറി വന്നപ്പോ അവൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോ എല്ലാവരും നോക്കി നിൽക്കേ അവളെ ഇൻസൾട്ട് ചെയ്യണ്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. അവളെ നാണം കെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോ ആരാ നാണം കെട്ടത്? നിങ്ങൾ തന്നെയാ. നിങ്ങൾ അവളോട് കാണിക്കുന്ന ഈ അനുകമ്പയ്ക്ക് അപമാനിതനാവുന്നത് നിങ്ങൾ തന്നെയാ. നിങ്ങൾ അവളോട്
നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുമ്പോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അവള് വിട്ടുപോയിട്ടില്ലെന്ന് ബാക്കിയുള്ളവർ കരുതാ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? മീനാക്ഷി, എന്റെ അമ്മായിയായ നിങ്ങളുടെ അമ്മ തന്നെ ഈ കാര്യം പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുള്ളതാ. അമ്മയല്ല ആരും എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നീ മാത്രം എന്നെ അവിശ്വസിക്കരുത്. ഞാൻ എങ്ങനെ അവിശ്വസിക്കാതിരിക്കും? പല പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടും നിങ്ങൾ പിന്നെ ആവർത്തിക്കുന്ന കാര്യത്. അപ്പൊ ഞാനിത് വിശ്വസിക്കല്ലേ വേണ്ടത്? എന്താ മീനാക്ഷി ഇത്? അവളെങ്ങനെ ACP പരിഗണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യത്തിലൊക്കെ എനിക്ക് വലിയ വിശാല മനസ്സൊന്നുമില്ല. ഈ വിഷയത്തിൽ എന്റെ ഗുരു നിങ്ങളുടെ അമ്മ തന്നെയാ. അവനവന്റെ ഭർത്താവിനെ സൂക്ഷിക്കുന്ന കാര്യത്തില് അവനവൻ തന്നെ ശ്രദ്ധിക്കണമെന്ന അമ്മ എനിക്ക് തന്ന അഡ്വൈസ്. അല്ലെങ്കിൽ എന്റെ അമ്മയായ നിങ്ങളുടെ ദേവമ്മയെ പോലെ കരയേണ്ടി വരുമെന്ന് അമ്മായി പറഞ്ഞത്. അമ്മായി ആ പറയുന്ന കാര്യത്തിലൊക്കെ വളരെ ശരിയുണ്ടെന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എന്റെ കാര്യത്തിൽ നീ അങ്ങനെയൊന്നും കരുതണ്ട. താലി കെട്ടിയ പെണ്ണിനെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. മീനാക്ഷി, നീ ഒരിക്കലും എന്നെ സംശയിക്കില്ലെന്ന എന്റെ വിചാരം. ആ വിചാരവും വിശ്വാസവും നീയായിട്ട് തകർക്കരുത്. നോക്ക്, ഇങ്ങനെ നീ പെരുമാറിയാൽ മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കുന്നത് ഞാനായിരിക്കും. മീനാക്ഷി, മുത്തശ്ശിയും മേയമ്മയും ഉൾപ്പെടെ വീട്ടിലെ എല്ലാവരും വിഷമിച്ചിരിക്കുക. നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ അവരുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടും. മീനാക്ഷി, പ്ലീസ്. ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എനിക്ക് പറ്റിപ്പോയതാ. എന്റെ ACPയുടെ കാര്യത്തില് ഞാൻ വളരെ പോസസീവാ. നിങ്ങൾ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നു. എന്റെ ACP അല്ലാതെ എനിക്ക് മറ്റൊരു ലോകമില്ല. മീനാക്ഷി, ACP എന്റെ ജീവൻ. നിങ്ങളെ പിരിയേണ്ടി വന്ന ഞാൻ ഈ ലോകത്ത് കാണില്ല. മീനാക്ഷി, കരയല്ലേ? ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയല്ലേ മീനാക്ഷി? ഇനി ഒരിക്കലും ആ എമ്മിനെ ഞാൻ ഈ പരിസരത്ത് പോലും അടുപ്പിക്കില്ല. കരയില്ലേ മീനാക്ഷി? കരയില്ലേ? കരയില്ലേ മീനാക്ഷി? ഞാൻ വാക്ക് തരിക, ആ എമ്മിനെ ഞാൻ ഇനി നോക്കുക പോലുമില്ല. ഇനി അവളുടെ പേര് കൂടി പറഞ്ഞ് വീണ്ടും വഴക്ക് കൂടാനാണോ?